ആ വാനിൽ ഇവർ 4 പേരും കയറുന്നു. അടച്ചിട്ടൊരു വാനാണ്, ലോക്കുണ്ട് അതിനകത്ത്. ഇവർക്ക് ആർക്കും പക്ഷെ സംശയമൊന്നും തോന്നിയില്ല അവിടുത്തെ വാഹനം ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇവരങ്ങനെ ചെന്നെത്തുന്നത് ഒരു സൈബർ ക്രൈം സിറ്റിയിലേക്കാണ്. പലരെയും അടിക്കുന്നു, തല്ലുന്നു. ഇത് കണ്ടപ്പോഴേക്കും ഇവരെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയെന്ന് മനസ്സിലായി. ആ പണം തട്ടി അയാളിൽ നിന്ന് പണം കിട്ടിയപ്പോൾ ഇവരവിടെ ആർത്ത് വിളിച്ച് ഉല്ലസിക്കുകയാണ്. ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല, അവർക്ക് പണമാണ് ലക്ഷ്യം. പണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കൊലപാതകം ചെയ്താൽ പോലും നമുക്കറിയില്ല. ചൈനയുടെ സഹായത്തിലുള്ള ഒരുപാട് ടെക്നോളജികൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡ് ലിങ്കുകളും കാര്യങ്ങളും ഫിഷിംഗ് വഴിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ സുഹൃത്തുണ്ട്, അതുവഴി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കമ്പ്യൂട്ടർ ലൊക്കേഷനൊക്കെ കിട്ടി. ആ ലൊക്കേഷൻ പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ കാണിക്കാം. ഇത് പട്ടാളത്തിന്റെ സഹായത്തോട് കൂടി തന്നെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് എത്ര പേര് ജീവൻ പൊലിയുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവരിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, അവിടെ ഉള്ളവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നുള്ളത് പറയാൻ പറ്റില്ല. നമസ്കാരം, വെൽക്കം ടു സേഫ് ബൈറ്റ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരുപാട് പേർക്ക് അറിയാത്ത പല രഹസ്യങ്ങളാണ്. നമ്മുടെ ഇവിടുന്ന് തന്നെ, കേരളത്തിൽ തന്നെ ആൾക്കാരെ കടത്തിക്കൊണ്ടുപോയിട്ട് അടിമപ്പണി എടുപ്പിക്കുന്ന ഒരു രാജ്യമുണ്ട്, കംബോഡിയ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ടൂറിസ്റ്റായിട്ട് പോകുന്നവർക്കൊക്കെ അറിയാം, നല്ല രീതിയിൽ സാധാരണയായിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു. ആൾക്കാർ സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം മേടിക്കുന്നു, വാഹനങ്ങൾ ഓടുന്നു, എല്ലാം ഉണ്ട്. പക്ഷെ ഇതിനിടയിൽ അവിടെ ഒരു ടൗൺ ഉണ്ട്, സൈബർ ക്രൈം സിറ്റി എന്ന് പറഞ്ഞിട്ട്. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിനകത്തുള്ള ജനാലകൾക്ക് ഇരുമ്പിന്റെ പ്ലേറ്റ് വെച്ച് മറച്ചതായിട്ട് കാണാം. അതുപോലെ തന്നെ അതിനകത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പുറം ലോകത്ത് അറിയാത്ത രീതിയിലുള്ള സെറ്റപ്പാണ് അവിടെ ഉള്ളത്. അപ്പൊ എന്താണ് ഇത് എന്നുള്ളതും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് തന്നെ പറയണം, ഈ കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് എന്തെങ്കിലും ഓഫറുകളോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള നിങ്ങൾ അറിയുന്ന വ്യക്തികൾ വഴിയല്ല നിങ്ങൾക്ക് ഈ ജോബ് ഓഫർ വന്ന എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പോകരുത്. കുറച്ച് രാജ്യങ്ങൾ ഞാൻ പറയാം: കംബോഡിയ, മ്യാൻമർ, തായ്ലൻഡ്, ലാവോസ്, വിയറ്റ്നാം, ഇത്തരത്തിലുള്ള ഈ രാജ്യങ്ങൾ, സിംഗപ്പൂർ, ഈ രാജ്യങ്ങളിലേക്കെല്ലാം ജോബ് ഓഫർ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ എടുത്തു ചാടി പോവാതിരിക്കുക. പിന്നെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എൻ്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം വെച്ച് ഞാൻ പറയാൻ പോവുകയാണ്. ഒരു സ്റ്റോറി പോലെ പറയാൻ പോവുകയാണ്, നിങ്ങൾ മൊത്തമായിട്ട് കേൾക്കുക. ഇവിടുന്ന് ഇന്ത്യയിലുള്ള ഒരു ജോബ് റിക്രൂട്ട്മെന്റ് ഏജൻസി വഴി ഒരു ഓഫർ വരികയാണ്. ആ ഏജൻസി ഇപ്പൊ ഇന്നില്ല. ആ ഏജൻസി വഴി ജോബ് ഓഫർ വരികയാണ്. ഈ വ്യക്തി അത് കണ്ടുകൊണ്ട് ഓൺലൈനിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറയുന്നു. അവിടെ ഓൺലൈൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആള് നല്ല രീതിയിൽ ഡ്രസ്സിംഗ് എല്ലാം ചെയ്ത് ഒരു ബിസിനസ് മാനെ പോലെ ഇരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, നല്ലൊരു ജോലി ഉണ്ട് ഇവിടെ, കമ്പ്യൂട്ടറിൽ മാത്രം ചെയ്യുന്ന ജോലിയാണ്, ടൈപ്പിംഗ് ജോലിയാണ്, നിങ്ങൾക്ക് അത്യാവശ്യം ടൈപ്പിംഗ് അറിയാവോ എന്നൊക്കെ ചോദിച്ചു. അറിയാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 90,000 രൂപ ഓഫർ ചെയ്തു. 90,000 രൂപ ഒരു മാസം സാലറി ഉണ്ടാവും, പ്ലസ് താമസം ഭക്ഷണം എല്ലാം ഫ്രീ ആണ്, ഫ്ലൈറ്റ് ടിക്കറ്റും ഫ്രീ ആണ് എന്ന് പറഞ്ഞു. അപ്പം ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആളുകൾ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഓഫർ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ പുറകെ പോകും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ആ വ്യക്തി അങ്ങോട്ട് പോവുകയും അവിടെ എത്തി. കംബോഡിയയിൽ എത്തിയതിനു ശേഷം എയർപോർട്ടിൽ നിന്ന് ഒരു വാഹനത്തിൽ ഇവരെ ഒരു 4 സ്റ്റാർ ഹോട്ടലിലേക്ക് കൊണ്ടുവരികയും, ഇവർ ഒരാൾ മാത്രമൊന്നുമല്ല, ഇന്ത്യയിൽ നിന്ന് പല ഭാഗങ്ങളിലായിട്ടുള്ള, ഒരു തമിഴ്നാട്ടിലുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, പല ഭാഗങ്ങളിലായിട്ടുള്ള 5 പേരുണ്ടായിരുന്നു. ഈ 5 പേരെയും ഒരു 4 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. അങ്ങനെ 4 ദിവസം അവിടെ കൊണ്ട് താമസിച്ചു. എന്താണ് ജോലിയുടെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത് ആവുന്നേ ഉള്ളൂ, വേക്കൻസി ആവുന്നേ ഉള്ളൂ, നിങ്ങളെ ആള് വന്നിട്ട് ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാൻ വരികയാണ്. ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു വാൻ വരികയാണ് ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ വാനിൽ ഇവർ 4 പേരും കയറുന്നു. അടച്ചിട്ടൊരു വാനാണ്, ലോക്കുണ്ട് അതിനകത്ത്. ഇവർക്ക് ആർക്കും പക്ഷെ സംശയമൊന്നും തോന്നിയില്ല അവിടുത്തെ വാഹനം ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഇവരങ്ങനെ ചെന്നെത്തുന്നത് ഒരു സൈബർ ക്രൈം സിറ്റിയിലേക്കാണ്. അവിടെ എത്തിയപ്പോഴും ഇവർക്ക് മനസ്സിലായിട്ടില്ല അവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത്. പിന്നെ ഇതിനകത്ത് കയറിയപ്പോഴേക്കും കാണാൻ പോകുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജനൽ മൊത്തം കമ്പി വെച്ചുകൊണ്ട്, അതായത് ഇരുമ്പിന്റെ പ്ലേറ്റ് വെച്ചുകൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നു. അതുപോലെ കാവൽക്കാർ നിൽക്കുന്നു, കയറുന്ന ഗേറ്റിനകത്ത് കാവൽക്കാർ നിൽക്കുന്നു. അപ്പൊ ഇവർ ആദ്യം കരുതിയത് സൈബർ സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും സൈബർ സെക്യൂരിറ്റി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംഭവമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അത് മൈൻഡ് ചെയ്തില്ല. അങ്ങനെ കയറിയപ്പോഴാണ് ഒരുപാട് പേര് ഒന്നിച്ച് താമസിക്കുന്ന ഒരു റൂമിനകത്ത് തന്നെ ഏകദേശം 10-20 പേരോളം താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ കണ്ടത്. അപ്പോഴേ ഇവർക്ക് മനസ്സിലായി എന്തോ ഒരു പന്തികേട് മണത്തു തുടങ്ങിയപ്പോഴേക്കും ഇവർ പിന്നെ അത് ചോദ്യം ചെയ്യാനൊന്നിനും പോയില്ല. പിന്നീട് ഇവരെ ജോലിക്ക് പിറ്റേ ദിവസം ഹാജരാക്കിയപ്പോൾ അവിടെ ഒരുപാട് പേര് എന്നെ നിരന്നിരിക്കുകയാണ്. ആർപ്പ് വിളിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, മറ്റു കാര്യങ്ങൾ യൂസ് ചെയ്യുന്നു. ചിലരവിടെ പലരെയും അടിക്കുന്നു, തല്ലുന്നു. ഇത് കണ്ടപ്പോഴേക്കും ഇവരെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോയെന്ന് മനസ്സിലായി. കാരണം അവർ ചെന്നെത്തിയിരിക്കുന്നത് ഒരു സൈബർ ക്രൈം സിറ്റിയിലേക്കാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കി. കാരണം ഇവർ ചെയ്യുന്ന തട്ടിപ്പാണെന്നുള്ളത് അവർ മനസ്സിലാക്കി. അതായത് ഒരു എക്സാമ്പിൾ പറയാം, ഒരു വ്യക്തി ഒരു സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൂടെ ഒരു പ്രായമുള്ള വ്യക്തിയെ, ഇന്ത്യയിലുള്ള ഒരു പ്രായമുള്ള വ്യക്തിയായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെണ്ണിന്റെ ഐഡിയിൽ. എന്നിട്ട് ഫോട്ടോ അയച്ചു തരാൻ പറയുകയാണ്. എന്നിട്ട് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് ആ കമ്പ്യൂട്ടർ സ്ക്രീനിലുള്ള ഒരു പെണ്ണിന്റെ വീഡിയോ കാണിച്ചുകൊണ്ട് ഇത് സ്ത്രീ ആണെന്ന് ഉറപ്പുവരുത്തിക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഫോട്ടോ അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഈ വ്യക്തിയെ ടാഗ് ചെയ്തുകൊണ്ട്
ഒരു ഡെമോ കാണിച്ചുകൊണ്ട് ഇവർക്കെല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യും. അതായത് നിങ്ങൾ വീഡിയോ കോൾ വന്ന് ഷെയർ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പണം തട്ടുകയാണ്. ആ പണം തട്ടി അയാളിൽ നിന്ന് പണം കിട്ടിയപ്പോൾ ഇവരവിടെ ആർത്ത് വിളിച്ച് ഉല്ലസിക്കുകയാണ്. അപ്പൊ ഇത് കണ്ടപ്പോഴാണ് ഇവർ എത്തിപ്പെട്ട സ്ഥലം ഇത്തരത്തിലുള്ള ഒരു മോശം ഏരിയ ആണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായത്. പക്ഷെ ഇവിടെ ഈ സംഭവം ചെയ്യുന്നത് അതിന്റെ പുറത്തിരിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയില്ല. കംബോഡിയയിൽ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ രീതിയിലുള്ള ജനങ്ങൾ സാധാരണ ജോലികളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ കൂടെ അവിടെ ഇങ്ങനെയുള്ള ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് അറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരേ ഒരു മൈൻഡോട് കൂടി അടുത്ത 1-2 മാസത്തോളം അവിടെ ചെലവഴിക്കേണ്ടി വന്നു അവർക്ക്. അപ്പൊ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെട്ട തുക എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപയാണ്. 2.5 ലക്ഷം രൂപ അവിടെ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തരാം, തിരിച്ചു കയറ്റി വിടാം എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ കയറ്റി വിടുവോ, നമ്മളവിടെ വീണ്ടും അടിമകളായിട്ട് നിർത്തുമോ എന്നുള്ളത് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരുപാട് പേര് കേരളത്തിൽ പോയിട്ട് പെട്ട് കിടക്കുന്ന ആൾക്കാർ അവിടെയുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സംഘം നടത്തിയ തട്ടിപ്പിന്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണ്. കംബോഡിയയിൽ പോയിട്ട് അടിമപ്പണി എടുക്കേണ്ടി വന്നിട്ടുള്ള ഒരു മലയാളി സംഘം നടത്തുന്ന തട്ടിപ്പ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോൺ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മലയാളികളായിട്ടുള്ള ആളുകളെ വലയിൽ വീഴ്ത്തിക്കൊണ്ട് അഡ്വാൻസ് പേയ്മെന്റ് ചോദിക്കുക, അക്കൗണ്ട് നമ്പർ തെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും പൈസ ചോദിക്കുക, അത് ഇൻവെസ്റ്റർ അക്കൗണ്ടിൽ പോയി ബ്ലോക്ക് ആയി അത് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 50,000 രൂപ വേണമെന്ന് പറഞ്ഞ് വീണ്ടും പൈസ മേടിക്കുക. ലക്ഷങ്ങൾ പോയാലും തിരിച്ച് ഈ ലോൺ എമൗണ്ടും കിട്ടില്ല, ഒന്നും കിട്ടില്ല. ആ അവസ്ഥയിൽ ഒരുപാട് പേര് പെട്ടുപോകുക എന്നുള്ളൊരു അവസ്ഥ. അതായത് ഒരു പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയെ പോലും ഇവർ പറ്റിച്ചു കളഞ്ഞു. 65 വയസ്സുള്ള ഒരു സ്ത്രീയെ പോലും ലേഡിയെ പോലും പറ്റിച്ചു കളഞ്ഞു. അവര് ക്യാൻസർ രോഗിയായിട്ടുള്ള പേഷ്യന്റ് ആണെന്ന് കൂടെ ഓർക്കണം. അതുപോലും ദയയില്ലാത്ത രീതിയിൽ അവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അവിടെ അനുഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള അനുഭവമാണ്. ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല, അവർക്ക് പണമാണ് ലക്ഷ്യം. പണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാം. കൊലപാതകം ചെയ്താൽ പോലും നമുക്കറിയില്ല. ആ രീതിയിൽ വരെയാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഇപ്പൊ അടുത്ത് ഏഷ്യാനെറ്റ് ന്യൂസിലും മനോരമ ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്, റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനെ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയെന്നുള്ളത്. അതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അല്ല, പക്ഷേ സാറിനെ കാണുമ്പോൾ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മലയാളിയെ പോലെ തോന്നുന്നില്ലല്ലോ. അത് ശരി. എന്താ സാർ? ഇല്ല, തോന്നുന്നില്ല. ഇതിലുള്ള ഫോട്ടോ ഡിഫറെന്റ് ആണല്ലോ. ആ സാറിന്റെ ഐഡന്റിറ്റി കാർഡിലുള്ളത്. അല്ല സാർ, ഫോട്ടോ അല്ല, ഞാൻ ഐഡന്റിറ്റി കാർഡല്ലേ എനിക്ക് കാണേണ്ടത് ആദ്യം. ആ കാണുന്ന സ്ക്രീനിനകത്തുള്ള വ്യക്തി കൃത്യമായിട്ട് സംസാരിക്കുന്ന, ലൈവായിട്ട് വീഡിയോ കോൾ സംസാരിക്കുന്നത് നമുക്ക് കാണാം. പക്ഷേ അത് AI ജനറേറ്റഡ് വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ വ്യക്തി ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. ഇത് ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുമില്ല പോലീസുകാരുടെ ഭാഗത്തുനിന്ന്. അതിന് കാരണം എന്ന് പറയുന്നത് വൻ ടെക്നോളജികൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ചൈന സഹായിക്കുന്ന രീതിയിലുള്ള, ചൈനയുടെ സഹായത്തിലുള്ള ഒരുപാട് ടെക്നോളജികൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡ് ലിങ്കുകളും കാര്യങ്ങളും ഫിഷിംഗ് വഴിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ, എന്റെ സുഹൃത്തുണ്ട്, അതുവഴി ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേ കമ്പ്യൂട്ടർ ലൊക്കേഷനൊക്കെ കിട്ടി. ആ ലൊക്കേഷൻ പറ്റുവാണെങ്കിൽ ഞാൻ അവിടെ കാണിക്കാം. ആ ലൊക്കേഷനിൽ വെച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. ആ ലൊക്കേഷനിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അകത്ത് ഈ സൈറ്റിന്റെ ബാക്ക് എൻഡ് കോഡിംഗ് നോക്കുമ്പോൾ ചൈനീസ് കോഡിംഗ് ആണ്. അതുപോലെ പല ലോൺ ആപ്പുകളുടെയും ബാക്ക് എൻഡ്, നമ്മൾ ലോൺ ആപ്പ് സ്കാമിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നതാണ്. ഇതിന്റെ ബാക്ക് എൻഡ് എടുത്ത് നോക്കുമ്പോഴത്തേനും ചൈനീസ് കോഡിംഗ് ആണ്, ചൈനീസ് ലാംഗ്വേജ് ആണ് വരുന്നത്. ഇപ്പോൾ ഓരോ ഫേക്ക് ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു ID ഉണ്ടാവും. ആ ID വെച്ചിട്ട് ഒരു ലിങ്ക് ഉണ്ടാവും. ആ ലിങ്കിൽ നമ്മൾ കയറി നോക്കിയപ്പോഴേക്കും അതിൽ ഫുള്ള് ചൈനീസ് ലാംഗ്വേജ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ചൈന ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത് 100% എനിക്ക് പറയാൻ സാധിക്കും. ഈ കാര്യം പറഞ്ഞതിന് എനിക്കിതിരെ ഒരുപാട് പേര് പേഴ്സണലി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ട്, നീ ഇതിനെ ചൈന പറയുന്നത്, ചൈന നമ്മുടെ ഇന്ത്യയേക്കാൾ എത്രയോ ഉയരത്താണുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മെസ്സേജുകളും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനല്ല പറയുന്നത്. NDTV അടക്കമുള്ള ഇന്ത്യ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ ചൈനയാണ് ഇതിന് പുറകിൽ എന്നുള്ളത് തീർച്ചയായിട്ടും അവർ പറഞ്ഞ കാര്യങ്ങളാണ്. മലയാള മാധ്യമത്തിലടക്കം വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് തെളിവ് സഹിതം ഇതിന്റെ ബാക്ക് ആൻഡ് കോഡ് കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോഴേക്കും ചൈനീസ് കോഡിങ്ങും കാര്യങ്ങളാണ് അതിനകത്തുള്ളത്, ചൈനീസ് ലാംഗ്വേജ് ആണ് അതിനകത്തുള്ളത്. അപ്പൊ ചൈന ഈ ആൻഡ്രോയിഡ് എന്ന് പറയുന്ന OS-നെ വെല്ലുന്ന രീതിയിൽ, അതിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സിനെ വെല്ലുന്ന രീതിയിലുള്ള ആപ്പുകൾ, മാൽവെയറുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ആപ്പാണ് ഈ ലോൺ ആപ്പ് എന്ന് പറയുന്നത്. അത് പ്ലേ സ്റ്റോറിലും അവൈലബിൾ ആണ്. ഫേക്ക് ഡാറ്റ വെച്ചിട്ടാണ് പ്ലേ സ്റ്റോറിൽ ഇവർ അപ്രൂവ് ആക്കുന്നത്. അതുപോലെ ഈ പ്ലേ സ്റ്റോറിനകത്ത് ഇത് അഡ്വർടൈസ്മെന്റ് ആയിട്ടും ഒരുപാട് പേരിലേക്ക് എത്തുന്നുണ്ട്. അപ്പൊ ഇത് ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും, നിങ്ങളുടെ ഫോണിലെ ഡാറ്റാസ് എല്ലാം എടുക്കും. ഒരുപാട് ആത്മഹത്യകൾ നടന്നിട്ടുണ്ടായിരുന്നു അടുത്ത് തന്നെ. അപ്പം ഇതെല്ലാം ഈ പറയുന്ന കംബോഡിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും വരുന്ന ഒരു സംഭവമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, അവിടെ അടിമകളായിട്ട് വർക്ക് ചെയ്യേണ്ടി വരുന്ന ആളുകൾ ചെയ്യുന്ന സാഹചര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എന്തുകൊണ്ട് ഈ തട്ടിപ്പുകൾ കാണിക്കുന്നവർക്ക് ഒരു ദയം തോന്നുന്നില്ല എന്നുള്ളതാണ്.
കാരണം ഞാൻ പറയാം, അവരവിടെ ജീവിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അഴുക്കുചാലി കിടത്തുക, അതല്ലെങ്കിൽ നല്ല ചൂരലെടുത്ത് അടിക്കുക, അതുമല്ലെങ്കിൽ പൊള്ളിക്കുക, സിഗരറ്റിന്റെ ഹാഷ് ഉപയോഗിച്ചുകൊണ്ട് പൊള്ളിക്കുക, മറ്റ് പല രീതിയിലും നഗ്നരാക്കി നിർത്തിക്കൊണ്ട് മോശം കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന ഒരു സെറ്റപ്പാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ അനുഭവിച്ച വ്യക്തിക്ക് അവരെ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തിട്ട് തട്ടിപ്പ് ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് വഴിയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തില് ഒരു ദയ പോലും കാണിക്കാത്ത രീതിയിൽ ഇവിടെ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ ഇവര് തട്ടിപ്പിനിരയാക്കിക്കൊണ്ട് പണം തട്ടിക്കൊണ്ട് പോകുന്നത്. ഈ പണം എല്ലാം എത്തുന്നത് ഫസ്റ്റ് ലെവലിൽ നമ്മുടെ ഈ പോകുന്ന പണങ്ങളെല്ലാം എത്തുന്നത് വാടക അക്കൗണ്ടിലേക്കാണ്. ഇനി അതും കൂടെ പറയാം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ അക്കൗണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്ര ട്രാൻസാക്ഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അതിൽ ഇത്ര ശതമാനം ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി, ബാക്കി നിങ്ങൾ എടുത്തോ എന്ന് പറയും. അതിനകത്ത് ഇവരെന്ത് ചെയ്യും? ഓക്കെ ശരി, ഇത്ര പൈസ കിട്ടുന്നതാണല്ലോ, ഫ്രീ ആണല്ലോ, ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ടുള്ള എമൗണ്ട് ആണെന്ന് പറഞ്ഞിട്ട് അവർ ഓക്കെ പറയും. അപ്പൊ അവരത് ചെയ്യുന്നത് വഴി ഒരു സൈബർ ക്രൈമിന് അവരെന്ത് ചെയ്യാണ്? നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് പേര് പെട്ടുപോയിട്ടുണ്ട്. മലയാളികളായിട്ടുള്ള ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോഴും ജയിലിലാണ് ഈ ഒരു കേസിൽ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പരസ്യങ്ങൾ അക്കൗണ്ട് യൂസ് ചെയ്ത് എത്ര പൈസ ഉണ്ടാക്കാം, അക്കൗണ്ടിലേക്ക് ഫണ്ട് വരുന്നതനുസരിച്ച് ഇത്ര ശതമാനം നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യം വരികയാണെങ്കിൽ ഒരിക്കലും അതിനകത്ത് പോയി വിടാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് എങ്ങനെ തടയിടാം എന്നുള്ളതാണ്. നമ്മുടെ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് കേരള പോലീസിനോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസിനോ ഇത് ഒറ്റയടിക്ക് ഇത് അവരെ അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റില്ല. രാജ്യാന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ നമുക്ക് സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നാട്ടിലേക്ക് എത്തിക്കാനും പട്ടാള സഹായം തന്നെ, ഞാൻ പറയുന്നത് പട്ടാളത്തിന്റെ സഹായത്തോട് കൂടി തന്നെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് എത്ര പേരുടെ ജീവൻ പൊലിയുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവരിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഉള്ളവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പൊ അതൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ രാജ്യങ്ങൾ, ഞാൻ ഈ പറയുന്ന രാജ്യങ്ങൾ, കംബോഡിയ, ലാവോസ്, വിയറ്റ്നാം, മ്യാൻമർ, സിംഗപ്പൂര്, ഇത്തരത്തിലുള്ള ഈ ഭാഗങ്ങളിൽ കിടക്കുന്ന രാജ്യങ്ങളിലേക്ക് ജോബ് വാക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട്, അയാളുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുക. തീർച്ചയായിട്ടും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം എന്നും കൂടെ ഞാൻ പറയുകയാണ്. ഇത്തരത്തിലൊരു വ്യക്തി കംബോഡിയ ജോലി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ സമീപിച്ചു, ഇത്ര ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ അല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നതും നല്ലതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും കിട്ടുന്ന അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യാം. വീണ്ടും കാണാം. ഗുഡ് ബൈ.